ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കും ഗായ്സ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. ബട്ട് ഇപ്പോഴാണ് എനിക്കൊരു ടൈം കിട്ടിയത്. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ ഒരു 8:30 ആകുമ്പോൾ എഴുന്നേക്കും കേട്ടോ. പൂപ്പി അവിടെ കുരച്ചോണ്ടിരിക്കും. പൂപ്പിയുടെ കുര കേട്ടിട്ടാണ് ഞാൻ രാവിലെ സ്ഥിരം എഴുന്നേക്കാറ് കേട്ടോ. ഇനി അവളെ ഇറക്കി വിടണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ് രാവിലെ ഉള്ളത് കേട്ടോ. വിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എൻ്റെ മേത്തോട്ട് കയറലാണ് ഗൈസ്. പോയി മൂള് ചെല്ലു ബാ. ഞാനിപ്പോൾ ഈ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ക്ലീൻ അത്ര നല്ലതൊന്നും അല്ലെന്ന് അറിയാം കേട്ടോ. പക്ഷെ ഒരു ഓഫർ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. രാവിലെ എണ്ണീറ്റ് ആദ്യം ഫേസ് വാഷ് ചെയ്യാനാണ് ഫസ്റ്റ് പരിപാടി. ഗൈസ്, ഈ ഒരു സംഭവം വെക്കുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട്. രാവിലെ ഞാൻ നൈറ്റ് മാത്രമേ ഈ ഒരു ഇതിടത്തുള്ളൂ. അതേപോലെ ഇതിൽ ഒത്തിരി വലിയ കഥകളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ആദ്യം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഇത് പല്ലിലിടുന്നത്. 8-ലല്ല 9-ലൊന്നും പഠിക്കുമ്പോഴാണ് ഇടുന്നത്. ആ സമയത്ത് ഞാൻ താഴെ ഇടുമായിരുന്നു, മേളിലിടുമായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മയുടെ വീട്ടിലെന്തോ പോയി കഴിഞ്ഞപ്പം അവിടെ ഞാൻ വെളിയിൽ വെച്ചതാണ്. പല്ല് കേൾക്കാൻ വേണ്ടി പോയപ്പം ഈ കമ്പി ഞാൻ വെളിയിൽ വെച്ചതായിരുന്നു. അത് കഴിഞ്ഞ് പല്ല് വെച്ചിട്ട് വന്നു കഴിഞ്ഞപ്പം ഈ സാധനം കാണുന്നില്ല. നോക്കിക്കഴിഞ്ഞപ്പം കുറേ തപ്പിട്ട് അവിടെ ഒന്നുമില്ലായിരുന്നു. ലാസ്റ്റാണ് മനസ്സിലായത് കാക്ക എടുത്തുകൊണ്ട് പോയതാണ് എൻ്റെ കാക്ക. അങ്ങനെ ഞാൻ പിന്നെയും പൈസ കൊടുത്ത് വേറെ സാധനം വാങ്ങിച്ചു. അങ്ങനെ കുറേ നാളെ പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾക്ക് മുന്നേ എൻ്റെ താഴത്തെ കമ്പിയുണ്ട്. താഴത്തെ കമ്പി കാണുന്നില്ല ഗൈസ്. നോക്കിക്കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ വായിലിരിക്കുന്നു. അങ്ങനെ താഴത്തെ കമ്പി ഇടുമ്പോൾ ഞാൻ നിർത്തി. ഇപ്പം ഞാൻ മേളിൽ മാത്രമാണ് ഇടുന്നത്. അത് നൈറ്റ് മാത്രമേ ഇടത്തുള്ളൂ. എനിക്കിതിട്ടിട്ട് സംസാരിക്കാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. 5ാമത്തെ മുട്ടയല്ലേ തിന്നുന്ന അമ്മ? ഫോൺ ഞാൻ പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. 5ാമത്തെ മുട്ട തിന്നുന്നു. ഫോൺ ഞാൻ പൊട്ടിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് 6 അല്ലേ? എടുക്കല്ലേ? ഫേസ് വാഷ് മാറാൻ സമയമായിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫേസ് വാഷ് ഈ ഒരു ഫേസ് വാഷായിരുന്നു. ഇത് നല്ല അടിപൊളി ഫേസ് വാഷായിരുന്നു. അപ്പം ഇത് തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേഗം ഒരു ഫേസ് വാഷ് വേണമായിരുന്നു. അപ്പം അമ്മ പോയി കഴിഞ്ഞപ്പം അമ്മ ഓഫറിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന ഫേസ് വാഷാണ് നേരത്തത്. പക്ഷെ അതൊരു കാശിനും കൊള്ളില്ല കേട്ടോ. ഇനി ഞാനത് യൂസ് ചെയ്യുന്നില്ല. കാരണം ഫേസ് നന്നായിട്ട് ഡ്രൈ ആവുന്നോണ്ടിട്ടിട്ട്. ഇത് നല്ല അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. പിന്നെ ഇത് തന്നെ വാങ്ങിക്കാം. ഞാൻ അങ്ങനെ ഒന്ന് രാവിലെ മേല് കഴുകി. കാരണം ഇന്നലെ നൈറ്റാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തത്. അപ്പം ഞാൻ 2 വീക്കൊക്കെ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഞാൻ ഹെയർ വാഷ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് രാവിലെ മേല് കഴുകാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കെയർ ആണ് കേട്ടോ. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങോട്ട് സ്കിൻ കെയർ ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു ടോണർ യൂസ് ചെയ്യും. പിന്നെ ഒരു സ്നെയിലിൻ്റെ ഒരു ഇതുണ്ട് എൻ്റെ കയ്യിൽ, അത് യൂസ് ചെയ്യും. പിന്നെ ഒരു സിറം. അതാണ് ഞാൻ സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പുറത്ത് പോവാണെങ്കിൽ സൺസ്ക്രീനും യൂസ് ചെയ്യും. അപ്പം ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യട്ടെ ഗൈസ്.
സേ ഹായ്. ഇതൊക്കെ ഇവളുടെ അഭിനയമാ. മാറി കഴിക്കാൻ രാവിലെ പുട്ടും കടലക്കറിയുമാണ്. അപ്പം അതിൻ്റെ കൂടെ പപ്പടം ഉണ്ട്, അത് അവിടെ ഇരിക്കുക. അപ്പോൾ എടുക്കാം നമുക്ക്. ഞാൻ കഴിക്കാനിരിക്കുമ്പോൾ പൂപ്പി കൊല തുടങ്ങും. ഇതാണ് ഇവിടെ പപ്പടം. പൂപ്പി മിണ്ടായിരുന്നേ. പൂപ്പി പൂപ്പി ഞാനെടുത്തായിരുന്നു എനിക്കൊരു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊറിയർ വന്നായിരുന്നു. ഷുഗറിൽ നിന്ന് ഞാനൊരു സാധനം ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഷുഗർ വെബ്സൈറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്തത്. ഞാൻ ആമസോണ്, സ്മിത്തൺ അതിൽ നിന്നൊക്കെയാണ് ലിപ്സ്റ്റിക് ഓർഡർ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് തീർന്നിട്ട് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചപ്പോൾ എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇത് കോണ്ടോർ പാലറ്റാ, കോണ്ടോർ ഫേസ് പാലറ്റ്. ഇങ്ങനെ വരുന്നത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാനൊരു വർഷത്തോളം ഞാനിത് യൂസ് ചെയ്തിട്ട് തീർന്നിട്ടാണ് ഞാനിത് വീണ്ടും വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണിത്. ക്രയോൺ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷോർട്സ് ഇടുമ്പോൾ പറയുന്നതായിരിക്കും. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഷാർപ്പ്നറും കിട്ടുന്നതാണ്. പക്ഷെ ഇത് ഞാൻ ഒരു വട്ടം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയോണ്ട് ഈ വട്ടം ഞാൻ വാങ്ങിച്ചില്ല. പക്ഷെ ഇതിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണ് ഗൈസ്. കാരണം ബാക്കിയുള്ള ഷുഗർ ലിപ്സ്റ്റിക്കിനൊക്കെ കുറച്ചെങ്കിലും ഓഫറുണ്ട്. പക്ഷേ ഈ ഒരു ഷെയ്ഡിന് ഒരിക്കലും ഓഫറില്ല. ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ് വരുന്നത് 899 ആണ്. പക്ഷെ എനിക്ക് വലിയ ഓഫറൊന്നും കിട്ടിയില്ല. 740 എന്തോആണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ വലിയ ഓഫറിനൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. കാരണം ഓഫർ നോക്കിയിരുന്നതിന് നമുക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് ആണെങ്കിൽ ഞാൻ ആദ്യം ഇച്ചിരി മടിച്ചു കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാരണം അന്ന് വാങ്ങിച്ച സമയത്ത് ഇതിലും 650 എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം വലിയ ഓഫറൊന്നും ഇല്ലായിരുന്നു. 740 എനിക്ക് കിട്ടിയത് ഈ ഒരു ലിപ്സ്റ്റിക്ക്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫേസ് പാലറ്റ് ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ. ഞാൻ ഈ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണിത്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ റേറ്റ് നോക്കി വാങ്ങത്തില്ല. കാരണം നമ്മൾ നമ്മുടെ സ്കിന്നിലിടുന്ന സാധനങ്ങളൊന്നും നമ്മൾ ഓഫർ നോക്കി വാങ്ങിക്കരുത്. പക്ഷെ എന്നാലും നമ്മളൊക്കെ ഓഫർ നോക്കി വാങ്ങിക്കും, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ സ്കിന്നിലിടുന്ന പ്രൊഡക്ട്സ് നമ്മളൊരു ബ്രാൻഡ് അല്ലാത്തൊന്നും വാങ്ങിച്ചിടാതിരിക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ഷുഗറിൻ്റെയൊക്കെ നമ്മൾ ബ്രാൻഡ്, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 20 രൂപയ്ക്കൊക്കെ ലിപ്സ്റ്റിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അത്ര ലിപ്സ്റ്റിക്കിനോടൊരു പ്രാന്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ലിപ്സ്റ്റിക്ക് 20 രൂപയുടെയൊക്കെ നമുക്ക് അമ്മ ലേഡി സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിച്ച് തരുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു 20 രൂപ കിട്ടി. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതിന് ഒരു ക്വാളിറ്റിയും ഇല്ല, വെറും ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് വേണേൽ സംഭവിക്കാം. പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ക്യാൻസർ വരും, മറ്റേ സംഭവം. അങ്ങനെയാണ് ലോകത്തിലുള്ള എല്ലാവരും അത് ഇടാതിരിക്കണം. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സാധനം നമ്മുടെ ഫേസിൽ
ഫേസിലായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ നല്ല സാധനം നോക്കി വാങ്ങിക്കാം. നമ്മൾ റേറ്റ് നോക്കി അയ്യോ അത് അത്രയും രൂപയാന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മൾ വാങ്ങിക്കുമ്പം നമ്മുടെ ഫേസിലും ലിപ്പിലൊക്കെ ഇടാൻ വേണ്ടി വാങ്ങിക്കുമ്പം നല്ല പ്രൊഡക്റ്റ് തന്നെ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാകില്ല. പക്ഷേ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് ചുണ്ടിൻ്റെ അവിടെയൊക്കെ. പക്ഷേ നമുക്കൊരു സത്യം പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഒരു കോൺഫിഡൻസാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. ഞാൻ പണ്ട് അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും ഇടത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പം ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോയില്ലെങ്കിൽ എന്തോ പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടാൻ. ഇങ്ങനെ കുറച്ച് നേരം ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ഇനി നമുക്ക് മാംഗോ ഷേക്ക് ഉണ്ടാക്കാം ഗൈസ്. മാംഗോ ഇന്നലെ റിലയൻസിൽ പോയപ്പം ഞാൻ 2 മാങ്ങ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ചീത്തയായി പോയി. ഒരു മാങ്ങ അമ്മയ്ക്കാണോ ദേവി ഞാനവിടെ തൂത്തിട്ടിരിക്കും. ദേവി ചെയ്യല്ലേ എന്നെ എവിടുന്ന് ഇറക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പുകയ്ക്കുന്നത്. ഞാൻ അടുക്കളയിൽ കയറുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ ചീത്തയാക്കൂന്നാണ് പറയുന്നത് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ. എന്റെ അമ്മയെ കണ്ടു നിങ്ങൾ? അമ്മ അമ്മ ചിരി. ഷേക്ക് വേണോ? എന്താ വേണ്ടാത്ത ഗൈസ്? എന്ത് സാധനം ഞങ്ങള് വീട്ടിലുണ്ടാക്കുവേ. എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പം എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോയിക്കാനല്ല അമ്മ പറയും എനിക്ക് വേണ്ട എനിക്ക് വാങ്ങിക്കണ്ടെന്ന് പറയും. എന്നിട്ട് വാങ്ങിച്ചോണ്ട് വരുമ്പോ അതിൽ നിന്ന് പിറക്കി തരും. അതാണ് പരിപാടി. ഇത് തിന്നും. ഇതിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനിപ്പോ കുടിക്കാൻ പറയും അന്നാ എനിക്ക് ഒരു ഗ്ലാസ് എടുത്തോന്ന് പറയും കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. നമ്മള് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തല്ലി പൊട്ടിക്കാം ഗൈസ്. അമ്മ വേണ്ട ഒന്നുമില്ല ഒന്നുമില്ല. ഇതിനകത്തോട്ട് കുറച്ച് മാങ്ങ ഇടാം. പഞ്ചസാര ഇടുന്നത്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പാലിടുന്നത്. എന്നാലേ നല്ല പോലെ മധുരം കിട്ടത്തുള്ളൂ. അല്ലെങ്കിലും കിട്ടും, പക്ഷെ നമ്മൾ വേഗം അടിയുമല്ലോ. മധുരം എനിക്കൊരു വീക്ക്നെസ് ആണ് ഗൈസ്. ഞാൻ കുറച്ച് കൂടുതൽ. പക്ഷെ മധുരം മാങ്ങയ്ക്ക് ഉള്ളതുകൊണ്ട് ഒത്തിരി ഇടണ്ട. പാൽ ഇനി നമുക്ക് കുറച്ച് മധുരം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഞാനിനി ഇത് അടിച്ചെടുത്തിട്ട് വരാവേ. ഷേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. കഴിച്ചാദ്യം നോക്കട്ടെ. സെറ്റ് ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരണ്ട. വേണ്ടെന്ന് പറഞ്ഞ ആളാ. ആക്കി ഫ്രിഡ്ജ് വെച്ചേക്കട്ടെ. അങ്ങനെ നമ്മൾ
ഇച്ചിരി ലിപ്സ്റ്റിക്കും ഇട്ട് ഒരു പൊട്ടൊക്കെ തൊട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഞാൻ പല സൺസ്ക്രീൻസാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം യൂസ് ചെയ്യുന്നത് ഡീകൺസ്ട്രക്ട്. പക്ഷെ ഞാൻ എപ്പോഴൊന്നും യൂസ് ചെയ്യത്തില്ല, കാരണം ഇപ്പം എപ്പോഴും മഴയല്ലേ, അതുകൊണ്ടിപ്പം യൂസ് ചെയ്യുന്നത് വരുന്നില്ല. എത്ര ഞാനിങ്ങനെ താത്ത് നോക്കിയാലും മുടി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ. അല്ലാതെ ഞാൻ മുടി ചീകാനിട്ടല്ല, എൻ്റെ മുടി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടിരിക്കും. ഇത് അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. വൈറ്റ് കാസ്റ്റ് അങ്ങനെ ഒന്നുമില്ല, നല്ല സൺസ്ക്രീനാണ്. കണ്ണിലൊന്നും സത്യം പറഞ്ഞാൽ സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല. ബാക്കി വെച്ചാൽ വരുന്നത് കയ്യിലോട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കും. ഏറ്റവും വലിയ ടാസ്ക് ഇപ്പം എനിക്കിങ്ങനെ മുടി കെട്ടുന്നതാണ് കേട്ടോ. കാരണം ഇവിടെ എപ്പോഴും ഇങ്ങനെ പൊന്തി പൊന്തി വരും മുടി, അതുകൊണ്ട് ഇപ്പം അയച്ചിടാൻ പറ്റത്തില്ല. അയച്ചിട്ടേനെ അപ്പം ഇങ്ങനെ പൊങ്ങി വരും പുറത്തു വന്ന്. അതുകൊണ്ട് ഞാനിപ്പം ക്ലിപ്പൊക്കെ ഇട്ട് ഒന്ന് ഒതുക്കി കെട്ടാൻ നിൽക്കുന്നു. നല്ല വെയില്, നല്ല വെയിലൊന്നും. ഗൈസ്, ഉച്ചയ്ക്കൊന്നും കഴിക്കാതെ ഇറങ്ങിയോട്ടെ നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ 3:30 ആയിട്ട് ഇനി ഒരു കടയും കാണത്തില്ല. അപ്പം നമ്മൾ പൊറോട്ട കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞാൻ LKG മുതൽ 10th വരെ ഈ ഒരു സ്കൂളിലാണ് പഠിച്ചത്, സെൻറ്റ് മേരീസ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സിബപ്പ് കട ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. പോയാസിസിലായിരുന്നു വന്നത്, പക്ഷേ കട അടച്ചിട്ടേക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സ്പോട്ട് പിടിക്കാം. പൊറോട്ട ആയിട്ടില്ല, നമ്മൾ സ്പോട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയാണ്, എന്തെങ്കിലും ആഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേ ദിവസമായിട്ട് ഞാൻ പൊറോട്ടയും ചുങ്കത്തുള്ള രാജാസ് ടീ സ്റ്റോളിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് അവിടുത്തെ പൊറോട്ടയും കറി സെറ്റാണ്. അവർക്ക് അവിടെ ഇനി അതും അടച്ചിട്ടേക്കുവാണെങ്കിൽ സുഖം നേരെ വീട്ടിലേക്ക് പോകും. നല്ലത് കഴിക്കാതിരിക്കുന്നതായിരുന്നു കേട്ടോ. ഛർദ്ദിക്കാൻ വരുന്നത് ഗൈസ്, മേലെ എനിക്ക് കൊണ്ടുപോയി പോലും. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ മേലെ വരത്തില്ല. എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ അനുഭവം ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര ഹൈപ്പൊക്കെ കേട്ടിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. ഇവരും പറഞ്ഞ നല്ല ഉക്കലിനാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയത്. പൊറോട്ട എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. ബീഫ് കറി ഒരു സാധാ ബീഫ് കറി കേട്ടോ. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കഴുകാനായിട്ട് അവിടെ തോടിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു ബക്കറ്റ് വെള്ളം വെച്ചിട്ടുണ്ട്. ആ കായലിൻ്റെ സൈഡിൽ തന്നെയായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കഴുകിയിട്ട് എല്ലാവരും തുപ്പുന്നത് ആ തോട്ടിലോട്ട് തന്നെയാണ്. എന്നിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ആ പാത്രം എല്ലാം കൊണ്ടുവന്നൊരു പുള്ളിക്കാരൻ ആ സൈഡിൽ വെച്ച് ആ തുപ്പി ആ തോട്ടിന് ആ വെള്ളത്തിലിട്ട് തന്നെ കഴുകുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് ഛർദ്ദിക്കാൻ വന്നു ഗൈസ്. എൻ്റെ മേലെ ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടാ. എൻ്റെ ദൈവമേ, പൊറോട്ടയാണെങ്കിൽ ഇത്രയും വിശന്നിരുന്നിട്ട് ആ പൊറോട്ട കഴിച്ചപ്പോൾ ഉള്ള വിശപ്പ് പോയി. ഇത് കണ്ടുകഴിഞ്ഞപ്പം എൻ്റെ ദൈവമേ ഒന്ന് തുപ്പി കളഞ്ഞാൽ മതി എന്നായിപ്പോയി. നമ്മുടെ മുന്നിൽ വെച്ച കഴുകി വെക്കുന്നത് ആ വെള്ളത്തിൽ. അപ്പുറത്തെ സൈഡിൽ വേറൊരു ചേട്ടൻ അവിടെ കൊപ്പിച്ചോണ്ടിരിക്കുക അവിടെ. ദൈവമേ, നമ്മൾ പോയി കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. ഇത് ഇപ്പം എൻ്റെ അപ്പുറത്ത് ആ ചേട്ടൻ എന്നെ നോക്കി ഇങ്ങനെ ഒരുമാതിരി ചിരിക്കുമായിരുന്നു. കാരണം അവർ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലൈവായിട്ട് വന്ന് ഈ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഉഗ്രം കണ്ടന്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഞാൻ അമ്മയോട് ഈ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ പോകും ഗൈസ്.
അമ്മ അറിയുമ്പോ ഇപ്പൊ തെറി പറയും. മര്യാദക്ക് വീട്ടിലുണ്ടായിട്ട് പോയി പുറത്ത് കഴിച്ചെന്ന് പറയും. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അമ്മ നല്ല ചക്ക ബോണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വല്ലതും കഴിച്ചാ മതിയായിരുന്നു, വെറുതെ. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൊരയാണ്. പിന്നെ അതേ അവിടെ പോയി നിന്നിട്ട് വെളിയിലെല്ലാം ഇവൾക്ക് കാണാം. ഓരോ ആൾക്കാർ പോകുന്നതൊക്കെ കണ്ടിട്ട് അവരെയൊക്കെ ഇങ്ങനെ കുരച്ച് പേടിപ്പിക്കലാണ് ഇവളുടെ പരിപാടി. കണ്ടോ, അടങ്ങിയിരിക്കത്തില്ല. കണ്ടോ ഇത് അടങ്ങിയിരിക്കാതൊന്നും. ചെല്ല്. അതുമല്ല നല്ല രീതിക്ക് ഹെയർ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ദേഹത്തൊന്നും കയറ്റുന്നത് കുറവാണ് കേട്ടോ. കാരണം എടുത്തതിന് അപ്പം തന്നെ എൻ്റെ ഡ്രസ്സിലൊക്കെ ആവും. പിന്നെ അമ്മ എന്നെ കട്ടിലേക്ക് കയറ്റത്തില്ല ഇതൊന്നും മാറാതെ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്ക്. എന്താ അടി വേണോ നിനക്ക്? നൈറ്റ് കഴിക്കാനായിട്ട് ചൂട് പൊറോട്ടയും പിന്നെ എന്തുവാ ഇതെന്തുവാ ചിക്കൻ പെരട്ട് പിന്നെ ബീഫിന്റെ ഗ്രേവിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഓർക്കുമ്പോൾ എനിക്ക് ആ പൊറോട്ട ഓർമ്മ വരും. പക്ഷെ ഇത് നല്ല പൊറോട്ട. ഇത് മറ്റേ വെള്ളക്കിണറിന്റെ അവിടെ നിന്ന് വാങ്ങിച്ചതല്ലേ? കൈസ് ഇവിടുത്തെ നല്ല സെറ്റ് പൊറോട്ടയാണ്. ഒളിപ്പിച്ചിട്ട് വീണ്ടും വന്നെയാണോ കിട്ടു? ഇത് കണ്ട പൊറോട്ടയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. അന്നും ഇവിടുന്നല്ലേ വാങ്ങിച്ചു? ഞാൻ അന്ന് എറണാകുളം വന്ന് കഴിഞ്ഞപ്പോഴും പിന്നെ പക്ഷെ അതൊന്നും കൂടെ നല്ലതായിരുന്നു അല്ലേ? നമ്മൾ ഉച്ചയ്ക്ക് അടിച്ചതിൻ്റെ ബാക്കി മാംഗോ ഷേക്കാണ്. അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഈ വീഡിയോയിലില്ല. ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരെ ബൈ.